ത്രേതായുഗത്തിലെ ഒരു പഴഞ്ചൻ കഥാപാത്രത്തിന് ആധുനിക യുഗത്തിൽ എന്ത് മാതൃക സൃഷ്ടിക്കാനാകും എന്നാണ് ചോദ്യം. പരിഷ്കൃത സമൂഹത്തിൽ മാതൃകാ പുരുഷന്മാരെ കണ്ടെത്തണമെങ്കിൽ കഠിന പ്രയത്നം ചെയ്യണം. വലിയ ബിരുദങ്ങളൊക്കെ നേടി സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ പലരും അലങ്കരിക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ധർമ്മവും നീതിയും ന്യായവും കാര്യക്ഷമതയും എല്ലാം പ്രസംഗങ്ങളിൽ മാത്രം. പ്രശ്നങ്ങൾ കൂടി വരുന്നു, സംതൃപ്തി കുറഞ്ഞു വരുന്നു. അഴിമതിയും ബഹളവും തമ്മിത്തല്ലും ചൂഷണവും അധികാര വടംവലിയും കൊള്ളയും ധൂർത്തും ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരുന്നു. സ്വേച്ഛാധിപത്യം നിർബാധം അഴിഞ്ഞാടുന്നു. ധർമ്മവും നീതിയും പ്രതീക്ഷിക്കുന്ന സമൂഹത്തിന് വഴികാട്ടിയായി ദീപസ്തംഭങ്ങൾ ആവശ്യമില്ലേ? വാൽമീകി അവതരിപ്പിക്കുന്ന ശ്രീരാമനിൽ എന്തെല്ലാം വിശേഷങ്ങളാണ് കാണുന്നത്. ഗുണസമ്പന്നനും വീര്യമുള്ളവനും ധർമ്മബോധമുള്ളവനും സത്യനിഷ്ഠനും തപോബലമുള്ളവനും ഹിതചിന്തകനും ഏവർക്കും പ്രിയങ്കരനും ഏവരിലും നന്മ കാണുന്നവനും ധർമ്മബോധവും നീതിബോധവും ത്യാഗമനോഭാവവും മുഖമുദ്ര ആയിട്ടുള്ള ഒരു മഹാവ്യക്തിത്വത്തെയാണ് കവി അവതരിപ്പിക്കുന്നത്. പഴയതെല്ലാം മോശമാണെന്ന് കരുതേണ്ട കാര്യമൊന്നുമില്ല, പുതിയതെല്ലാം നല്ലതാകണം എന്നുമില്ല. നന്മയുടെ പ്രകാശം എവിടെ കണ്ടാലും അത് ആസ്വദിക്കാനും അംഗീകരിക്കാനും ഉള്ള മനസ്സല്ലേ നമുക്ക് വേണ്ടത്. ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ ആകാത്ത ആശയങ്ങൾ ഇതിഹാസങ്ങളിൽ കണ്ടേക്കാം. എന്തിനധികം 50-100 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ പോലും ഇന്നത്തെ കാലത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ കാണും. അപ്പോൾ പിന്നെ ത്രേതായുഗത്തിലെ ഒരു കഥയിൽ എന്തായിരിക്കും സ്ഥിതി? അതേസമയം എന്നേക്കും പ്രസക്തമായ എത്രയെത്ര അനശ്വര മൂല്യങ്ങൾ രാമായണ കാവ്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്നു. അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ഭഗവാന്റെ ദൗത്യം.